പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് പത്രോസിനോട് ദൈവം കാണിച്ച സ്വർഗീയ ക്ഷമ. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് പത്രോസിനോട് അവൻ വാഗ്ദാനം ചെയ്തതുപോലെ അവർ അവനെ കാണുമെന്ന്, യേശു ഗലീലായ്ക്ക് പോകുന്നുവെന്ന് പറയാൻ ദൂതൻ സ്ത്രീയോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഉദ്ധാനത്തിന് ശേഷം യേശുവിനെ കണ്ട മഗ്ദല മറിയവും കൂടി ദൂതൻ തന്ന സന്ദേശം ശിഷ്യന്മാരെ അറിയിക്കുന്നു. യേശു ഉദ്ധാനം ചെയ്തുവെന്നും ഗലീലായ്ക്ക് പോകുന്നുവെന്നും, ഒപ്പം പത്രോസിന് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് ഭയങ്കര വേദനയായി. യേശുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും പത്രോസിനെ ഏറെ തളർത്തി. താൻ ഗുരുവിനെ തള്ളിപ്പറഞ്ഞുവല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ദൂതൻ സഹോദരിമാർ നിമിത്തമായിട്ട് പത്രോസിനെ വിവരം അറിയിക്കുന്നത്. പത്രോസിൻ്റെ തകർന്ന ഹൃദയവും കണ്ണുനീരും ദൈവം കണ്ടു. ആ സമയത്ത് ദൈവം പത്രോസിനെ കൃപയാൽ സ്വീകരിച്ചു, അവൻ്റെ പാപം ക്ഷമിച്ചു. ഈ വിധത്തിൽ പാപത്തെക്കുറിച്ചുള്ള ദുഃഖത്തിൽ ദൈവം പത്രോസിനെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രിയമുള്ളവരെ, തള്ളിപ്പറഞ്ഞ പത്രോസിന് ഈ സന്ദേശം ഒരു പ്രത്യേക ഉറപ്പും പ്രോത്സാഹനവുമായിരുന്നു. കൂടാതെ ശിഷ്യന്മാർക്ക് മൊത്തത്തിലുള്ള ഒരു പ്രത്യാശയുടെ സന്ദേശവുമാണ്. ഓർക്ക പ്രിയമുള്ളവരെ, മാലാഖയുടെ സന്ദേശം എന്താണ്? യേശുവിൻ്റെ ക്രൂശീകരണം പത്രോസിൻ്റെ പാപത്തിനും വേണ്ടി കൂടിയാണെന്ന് സ്വർഗം സന്ദേശം പങ്കുവയ്ക്കുക. ഓർക്കുക, നമ്മുടെ ആശ്വാസത്തിനായി ഇത് നമുക്കൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. നമ്മൾ പാപികളാണ്, നമ്മുടെ വിശ്വാസം ക്ഷയിക്കും, നമ്മൾ ബലഹീനനാകും, നാം ജഡത്തിൻ്റെ ദുഷ്ടാഗ്രഹങ്ങളുമായി ഓരോ ദിവസം പോരാടണം. ചിലപ്പോൾ നാം കഠിനമായി വീഴുകയും നമ്മിൽ തന്നെ വലിയ നിരാശ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ പാപത്തിൽ ഓർത്ത് ദുഃഖവും നമ്മുടെ അവിശ്വാസത്തോടും അനുസരണക്കേടിനും പോരാടുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയില്ല. നമുക്ക് ഉറപ്പായിട്ട് ദൈവം പത്രോസ് സഹായിച്ച പോലെ നമ്മെ സഹായിക്കും, നമ്മോടും കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറക്കരുത് പ്രിയമുള്ളവരെ, ദൂതൻ്റെ സന്ദേശം സഹോദരൻ വെളിപ്പെടുത്തിയപ്പോൾ പത്രോസിന് കൂടെ സങ്കടം വന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഉറപ്പും ആശ്വാസവും പ്രോത്സാഹനം പത്രോസിന് കിട്ടി. ഇതുപോലെ നമുക്കും കിട്ടും. നമ്മുടെ അനുസരണക്കേടും പാപത്തിൻ്റെ അവസ്ഥയും ഏറ്റുപറയുമ്പോൾ ദൈവം എല്ലാവരും കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ നിറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, ദൈവത്തിൻ്റെ കാരുണ്യം, പത്രോസിനെ സ്വന്തമാക്കിയ കാരുണ്യം നമ്മോട് കൂടെയുണ്ട്.